നമുക്കൊപ്പം കാനത്തിൽ ജമീല ചേരുന്നുണ്ട്. കാനത്തിൽ ജമീല, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിലെ കീർത്തിയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഈ ആനയ്ക്ക് മദപ്പാടുണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് ടെസ്റ്റോസ്റ്ററോൺ അളവ് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പം അത്തരമൊരു ആനയെ എഴുന്നള്ളിച്ചതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? ക്ഷേത്ര കമ്മിറ്റി അത് പരിശോധിച്ചുകൊണ്ടായിരിക്കില്ലല്ലോ. അത് പരിശോധിക്കാനുള്ള സംവിധാനം ക്ഷേത്ര കമ്മിറ്റികൾക്ക് ഉണ്ടാവില്ലല്ലോ. എന്തായാലും മതം വിളകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കില്ലല്ലോ അവർ ആനയെ ബുക്ക് ചെയ്തിട്ടുള്ളതും എത്തിച്ചതും. അതിന് നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയെ ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് എന്നറിയില്ല. ഞാനത് പഠിച്ചതിന് ശേഷം എനിക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്ര കമ്മിറ്റിയും ആനയെ എഴുന്നള്ളിക്കില്ല. അതല്ല, ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. പക്ഷേ ആ ലേലം ചെയ്ത് ആനയെ കൊടുക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് അങ്ങനെയാണെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വരും. എനിക്കത് അതിനെ പറ്റിയിട്ട് പഠിക്കാതെ പറയാൻ പറ്റില്ല. അത് ഞാൻ ആ വിവരം എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് വേറൊരു പ്രശ്നമുള്ളത്, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പാപ്പാൻ ഉത്സവ കമ്മിറ്റി അറിയിച്ചിരുന്നു പടക്കം പൊട്ടിയാൽ ആന വിരളും. കാര്യം ആനയ്ക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, കൂട്ടത്തിൽ കുത്ത് നടത്തുന്ന ആനയാണ് എന്നറിയാമായിരുന്നു, അത് പാപ്പാൻ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിവരം അവർക്ക് കിട്ടിയതായിട്ട് എനിക്ക് അറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി തന്നെ അവിടെ വന്നിരുന്നു. മന്ത്രി കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിവരം അവർക്ക് കിട്ടിയതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു വെടി അവിടെ പൊട്ടിക്കില്ല. അങ്ങനെയുള്ള ഒരു വലിയ അത്യുഗ്ര ശബ്ദമുള്ള വെടി അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ക്ഷേത്ര കമ്മിറ്റി അത് അറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ക്രമീകരണം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതറിയാതെ ആയിരിക്കാം ഇത് സംഭവിച്ചിട്ടുള്ളത്. താങ്ക് യു. കാനത്തിൽ ജമീലയാണ് നമുക്കിപ്പം പ്രതികരിച്ചത്.